എല്ലാവർക്കും നമസ്കാരം. ശ്രീകുളത്തൂർ ദേവസ്ഥാനം എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് മൂലം നക്ഷത്രത്തിൽ ജനിച്ചവരുടെ ഗുണദോഷ വിശേഷങ്ങളും പൊതുവായ സ്വഭാവങ്ങളുമാണ് ഈ വീഡിയോയിൽ പറയുന്നത്. മൂലം നക്ഷത്രത്തിൽ ജനിക്കുന്നവർ അസാധാരണമായ മനഃശക്തി ഉള്ളവരായിട്ടാണ് കാണപ്പെടുന്നത്. കുഴപ്പം പിടിച്ച സാഹചര്യങ്ങളിലും സമചിത്തത പാലിക്കുവാനും ധൈര്യമായി പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യുവാനും അവർക്ക് കഴിവുണ്ടാകും. മുഖത്ത് എപ്പോഴും ശാന്തതയും സൗമ്യതയും പ്രകടിപ്പിക്കും. എങ്കിലും അവരുടെ മനസ്സ് ചഞ്ചലമായിരിക്കും. സ്വന്തം ചിന്താഗതികൾ അന്യർ മനസ്സിലാക്കാതിരിക്കാൻ ഇവർ പ്രത്യേകം ശ്രദ്ധിക്കും. അന്യരുടെ മനോഭാവം എളുപ്പത്തിൽ ഊഹിച്ചെടുക്കും. ആരോഗ്യം പൊതുവെ മെച്ചമായിരിക്കുമെങ്കിലും ആരോഗ്യക്കുറവിനെപ്പറ്റി ഇടയ്ക്കിടെ പരാതിപ്പെടുന്ന സ്വഭാവവും ഇവർക്കുണ്ടാകും. ഔഷധങ്ങൾ ഒഴിവാക്കുവാനായിട്ട് ഇവർ പരമാവധി ശ്രമിക്കും. ദിനചര്യയിൽ ശ്രദ്ധ കാണിക്കാറില്ല. ബാല്യകാലത്ത് ചില അപകടങ്ങൾ ഉണ്ടായേക്കാനുള്ള സാധ്യതയുണ്ട്. 5 വയസ്സ് മുതൽ 24 വയസ്സ് വരെയുള്ള കാലം പൊതുവെ ആരോഗ്യവും ഐശ്വര്യവും അഭിവൃദ്ധിയും ഉള്ള കാലമാണ്. ഈ കാലത്ത് മെച്ചമായ വിദ്യാഭ്യാസം, ഉയർന്ന നിലയിലുള്ള ജോലി തുടങ്ങിയവയ്ക്ക് സാധ്യതയുണ്ട്. 25 വയസ്സ് മുതൽ 40 വയസ്സ് വരെയുള്ള കാലം ഗുണദോഷ സമ്മിശ്രമായിരിക്കും. അടുത്ത ബന്ധത്തിലുള്ളവർക്ക് രോഗപീഠ, ധനനഷ്ടം, യാത്രാക്ലേശം തുടങ്ങിയവയും ധനാഭിവൃദ്ധി, കുടുംബസുഖം, വിവാഹം, സന്താനഗുണം തുടങ്ങിയവയും ഈ കാലത്ത് അനുഭവപ്പെട്ടേക്കാം. 40 വയസ്സ് മുതൽ 48 വയസ്സ് വരെയുള്ള കാലം ഭൂസ്വത്ത് സമ്പാദിക്കുക, വീട് പണിയിക്കുക, വാഹനം വാങ്ങുക തുടങ്ങിയവയ്ക്ക് യോഗമുണ്ട്. അതിനുശേഷം ഗുണഫലങ്ങൾ മുന്നിട്ട് നിൽക്കും. ഉറച്ച ഈശ്വരവിശ്വാസവും മതനിഷ്ഠയും ഇവർക്ക് ഉണ്ടാകും. വിധിയിൽ വിശ്വാസം കൂടും. ഒരേ സമയത്ത് പല പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുവാനുള്ള കഴിവ് ഇവർക്കുണ്ടാകും. ചിലവ് കൂടുതലായിരിക്കും. പലപ്പോഴും ചിലവ് കൂടുതൽ മൂലം സാമ്പത്തിക ക്ലേശങ്ങൾക്ക് ഇടയാകാറുണ്ട്. ഉയർന്ന പദവിയിലുള്ളവരുമായി അടുപ്പം ഉണ്ടാക്കുവാൻ വേണ്ടി ഇവർ ശ്രമിക്കും. എല്ലാ വിഷയത്തെപ്പറ്റിയും സാമാന്യമായ അറിവ് നേടുവാനായി ശ്രമിക്കും. പൊതുപ്രവർത്തനങ്ങളിൽ വിജയിക്കുമെങ്കിലും സ്വാർത്ഥ ചിന്ത മൂലം വിമർശനങ്ങൾ സഹിക്കാൻ ഇടയാകും. പക്ഷെ യഥാർത്ഥത്തിൽ സ്വാർത്ഥ ലാഭത്തിനായിട്ട് ഇവർ അങ്ങനെ പ്രത്യേകിച്ചൊന്നും ചെയ്തെന്ന് വരില്ല. സഞ്ചാരശീലരായിരിക്കും ഇവർ. അലങ്കാര വസ്തുക്കൾ ശേഖരിച്ചു വയ്ക്കുവാനും മറ്റുള്ളവരുടെ മുമ്പിൽ പ്രദർശിപ്പിച്ച് അവരുടെ അഭിനന്ദനങ്ങളൊക്കെ നേടുവാനും ഇവർ താല്പര്യം കാണിക്കും. സുഖഭോഗങ്ങൾ, ലഹരി വസ്തുക്കൾ തുടങ്ങിയവയോട് ആകർഷണം ഉണ്ടായേക്കാം. പൂർവികധനം പൂർണ്ണമായി അനുഭവത്തിൽ വന്നു ചേരുകയില്ല. സ്വന്തം പരിശ്രമം കൊണ്ട് നേടിയ ധനം കൊണ്ട് സുഖജീവിതം നയിക്കുവാനായിട്ട് ഇടവരും. ദൂരദേശ സഞ്ചാരം ചെയ്യുകയും ദൂരദേശത്ത് താമസിക്കുകയും ചെയ്യും. ഇവർക്ക് കലാവാസന ഉണ്ടാകും. സാഹിത്യ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ട് അംഗീകാരം ലഭിക്കുവാനും സാധ്യതയുണ്ട്. മൂലം നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകൾക്ക് വിവാഹ ജീവിതത്തിൽ പല ബുദ്ധിമുട്ടുകളും അനുഭവപ്പെട്ടേക്കാം. നിർബന്ധ ബുദ്ധി മൂലം ഭർത്താവുമായി ഇടയ്ക്കിടെ കലഹിക്കും. വിവാഹമോചനം, വൈധവ്യം തുടങ്ങിയ ദോഷങ്ങൾ ചിലർക്ക് സംഭവിച്ചെന്നും വരാം. ഈ നക്ഷത്രത്തിൽ ജനിക്കുന്നവർ അഭിമാനികളായിരിക്കും. സമൂഹത്തിൽ ബഹുമാന്യതയുള്ളവരായിരിക്കും. ധനികരായിരിക്കും. ഇവർ സൗമ്യമായും ശാന്തമായും പെരുമാറും. എങ്കിലും ചിലപ്പോൾ മനസ്സിന് ഒരു അസ്ഥിരത അനുഭവപ്പെട്ടും വരാം. സുഖലോലുപത, വ്യയശീലം, സ്വതന്ത്ര ബുദ്ധി, കർമ്മകുശലത തുടങ്ങിയവയും ഇവരുടെ ലക്ഷണങ്ങളാണ്. പൊതുവെ സമാധാനപ്രിയരായ ഇവർ ആത്മീയമായ തലത്തിൽ ചിന്തിക്കുന്നവരും ആയിരിക്കും. സത്യധർമാദികളിൽ നിഷ്ഠ, ഈശ്വരവിശ്വാസം, പരോപകാര താല്പര്യം തുടങ്ങിയവയും ഇവരുടെ ലക്ഷണങ്ങളാണ്. സർക്കാർ ജോലി ലഭിക്കുവാനും ഇവർക്ക് സാധ്യതയുണ്ട്. ഇവരുടെ ജീവിതം പൊതുവെ ഭാഗ്യമുള്ളതായിരിക്കും. തൻ്റെ ഇടവും നേതൃത്വ ഗുണവുമുള്ള ഇവർ ദൃഢനിശ്ചയത്തോടെ ജീവിതത്തിൽ മുന്നേറും. മതപരമായ അനുഷ്ഠാനങ്ങൾ മുറതെറ്റാതെ നിർവഹിക്കുവാനും നിയമ അനുസരിച്ച് ജീവിക്കുവാനും ഇവർക്ക് താല്പര്യം കാണും. പിതാവിൽ നിന്ന് ഇവർക്ക് വലിയ ആനുകൂല്യങ്ങൾ ലഭിച്ചെന്ന് വരില്ല. ചിലപ്പോൾ ഇവർക്ക് ആരോഗ്യപരമായ പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കേണ്ടതായിട്ട് വരാറുണ്ട്. ഇവരുടെ പ്രതികൂല നക്ഷത്രങ്ങൾ ഉത്രാടം, അവിട്ടം, പൂരുരുട്ടാതി, പുണർദത്തിന്റെ അവസാന പാദം, പൂയം, ആയില്യം എന്നിവയാണ്. അപ്പോൾ ഈ നക്ഷത്രത്തിൽ ജനിച്ചവരുമായിട്ട് കൊടുക്കൽ വാങ്ങലുകളോ ബിസിനസ് പാർട്ട്ണർഷിപ്പോ വിവാഹ ബന്ധത്തിലോ ഏർപ്പെടുന്നത് നല്ലതായിരിക്കില്ല. ഇവർ അനുഷ്ഠിക്കേണ്ട കാര്യങ്ങൾ സൂര്യൻ, ചൊവ്വ, വ്യാഴം ഈ ദശാകാലം ഇവർക്ക് ദോഷമുള്ളതായിരിക്കും.
അപ്പോൾ ഈ ദശാകാലത്ത് ഇവർ വിധിപ്രകാരം ദോഷപരിഹാര കർമ്മങ്ങൾ അനുഷ്ഠിക്കേണ്ടതാണ്. മൂലം, അശ്വതി, മകം എന്നീ നക്ഷത്രങ്ങളിൽ ക്ഷേത്ര ദർശനവും മറ്റു പുണ്യകർമ്മങ്ങളും നടത്തണം. ഇവർ പതിവായി ഗണപതിയെ ഭജിക്കുന്നതും മൂലം നക്ഷത്രം തോറും ഗണപതി ഹോമം നടത്തുന്നതും ഉത്തമമാണ്. കേതുവിനെ പ്രീതിപ്പെടുത്തുന്ന കർമ്മങ്ങളും പതിവായിട്ട് അനുഷ്ഠിക്കണം. രാശ്യാധിപനായ വ്യാഴത്തെ പ്രീതിപ്പെടുത്തുന്ന കർമ്മങ്ങളും ഇവർ അനുഷ്ഠിക്കുന്നത് നന്നായിരിക്കും. മൂലം നക്ഷത്രവും വ്യാഴാഴ്ചയും ചേർന്ന് വരുന്ന ദിവസം വിഷ്ണു ക്ഷേത്ര ദർശനം നടത്തുന്നതും ഉത്തമമാണ്. പതിവായിട്ട് വിഷ്ണു സഹസ്രനാമ ജപവും ചെയ്യുന്നതും നന്നായിരിക്കും. ഇവരുടെ അനുകൂല നിറങ്ങൾ ചുവപ്പും മഞ്ഞയുമാണ്. ഇതാണ് മൂലം നക്ഷത്രത്തിൽ ജനിച്ചവരുടെ പൊതുവായ സ്വഭാവങ്ങൾ. ഇത് അവരുടെ പൊതുവായ സ്വഭാവങ്ങളാണ് പറഞ്ഞതെന്ന് മനസ്സിലാക്കണം. ജനിക്കുന്ന സമയത്ത് ഗ്രഹനില അടിസ്ഥാനപ്പെടുത്തി മാത്രമേ നമുക്ക് പൂർണ്ണമായ ഗുണദോഷ ഫലങ്ങൾ പറയുവാനായിട്ട് സാധിക്കുകയുള്ളൂ. അതിനാൽ ഉത്തമനായ ഒരു ജ്യോതിഷാചാര്യന്റെ ഉപദേശം തേടാവുന്നതാണ്. എന്നെ ബന്ധപ്പെടണമെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ വാട്സാപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട്. ജനന വിവരങ്ങൾ അയച്ചു തന്നാൽ ഇരുകൂട്ടരുടെയും സമയലഭ്യത അനുസരിച്ച് സംസാരിക്കാവുന്നതാണ്. നന്ദി, നമസ്കാരം.